ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. ഇംപ്രൂവ് യുവർ സ്പീക്കിംഗ് സ്കിൽസ്. മനോഹരമായി സംസാരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഈ പ്രപഞ്ചത്തിൽ സംസാരിക്കാൻ കഴിവുള്ള ഈശ്വരൻ്റെ സൃഷ്ടികളാണ് മനുഷ്യരായ നാം എല്ലാവരും. പല രീതിയിലുള്ള സംസാരങ്ങളുണ്ട്. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും വെറുക്കപ്പെടുന്ന രീതിയിലും നമുക്ക് സംസാരത്തെ മാറ്റാൻ കഴിയും. നാം കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊക്കെ സംസാരിക്കുമ്പോൾ നന്നായി സംസാരിക്കാറുണ്ട് അല്ലേ? എന്നാൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ സ്റ്റേജിലോ നമ്മെ സംസാരിക്കാൻ വിളിച്ചാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഭയവും മടിയും ഒക്കെ ഉണ്ടാകുന്നു. നന്നായി സംസാരിക്കാനായിട്ട് മറ്റുള്ളവർ സംസാരിക്കുന്നത് കേട്ടിരിക്കുക, ഫോക്കസ് ചെയ്യുക. ഏത് വിഷയത്തെക്കുറിച്ചാണോ നാം സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ടുള്ള അറിവുണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിനായി നമുക്ക് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാം, ന്യൂസ് പേപ്പേഴ്സ് കളക്ട് ചെയ്യാം, അത് വായിക്കാം, ഒക്കെ ചെയ്യാം. പൊതു ഇടങ്ങളിൽ നന്നായി ഇടപെടുന്നതിലൂടെയും നമുക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടുന്നു. ഇതിലൂടെ നമ്മുടെ കോൺഫിഡൻസ് നന്നായി വളരാൻ സഹായിക്കുന്നു. സംസാരത്തെ എങ്ങനെ മനോഹരമായി മാറ്റാം? നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കുക. സംസാരിക്കുന്നതിന് മുന്നേ ശ്വാസം എടുത്തുവിടുക, ദീർഘമായി ശ്വസിക്കുക. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന് നമ്മുടെ വിശ്വാസത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വേഗത്തിൽ ശ്വസിച്ചുകൊണ്ട് നമുക്ക് ആശ്വസിക്കാനും പതുക്കെ ശ്വസിച്ചുകൊണ്ട് ദേഷ്യപ്പെടാനും കഴിയില്ല. വികാരങ്ങളും ശ്വാസോച്ഛ്വാസവും പരസ്പര പൂരകങ്ങളാണ്. നമ്മൾ നമ്മളായിട്ട് സംസാരിക്കുക. മറ്റുള്ളവരെ അനുകരിക്കാതെ അഭിനയിക്കാനേയും പോവാതെ നമ്മളായി തന്നെ തുടരുക. നമ്മൾക്കിപ്പോൾ ഒരു സ്റ്റേജിൽ നാളെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എങ്കിൽ അവിടെ നാം സംസാരിക്കുന്നത് ഇന്ന് നിങ്ങളുടെ കണ്ണിൽ കാണുക. അതായത് വിഷ്വലൈസേഷൻ ചെയ്യുക. വിഷ്വലൈസേഷൻ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. തീർച്ചയായും ഈ വിഷ്വലൈസേഷൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റേജിൽ നാം സംസാരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആളുകളെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ തന്നെ 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കൊരു റിലാക്സേഷൻ. സദസ്സിലുള്ളവരുടെ ഐ കോണ്ടാക്റ്റുമായി നമ്മൾ സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫീല് അവർക്കുണ്ടാകുന്നു. കേട്ടിരിക്കാനുള്ള ഒരു ഘടകവും ഇതാണ്. ഏതൊരു സംസാരവും അവസാനിപ്പിക്കേണ്ടത് പറയുന്ന കാര്യത്തിനെക്കുറിച്ചുള്ള സംഗ്രഹമാണ്. ലാസ്റ്റ് നമ്മൾ സ്റ്റേജിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊരു കാര്യമാണോ സംസാരിച്ചത് അതിൻ്റെ ഒരു സംഗ്രഹം നമ്മൾ അവസാനമായി ഒരു 10-20 മിനിറ്റിനകം പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നന്ദി പറയുക. നന്ദി പറഞ്ഞ ശേഷം ആ ടോക്ക് അവിടെ അവസാനിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കൂടിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനോഹരമായി സംസാരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.